ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സുമായിട്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. അതിനുവേണ്ടി ഞാൻ 2 ബ്രെഡും 2 പുഴുങ്ങിയ മുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബ്രെഡിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ആ ബ്രെഡ് നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയണം. ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ പോവും. നല്ലോണം വെള്ളം കളയണം, അല്ലെങ്കിൽ നമ്മളെ ഇത് സ്നാക്സ് റെഡിയായി കിട്ടില്ല. അതുകൊണ്ട് അതിലുണ്ടായ വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷം ഇതുപോലെ പൊടിച്ച് വെക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഇതുപോലൊരു ഇതിലിട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. നമ്മളെ കട്ട്ലേറ്റിനെ പോലും തോൽപ്പിക്കുന്ന ഒരു സ്നാക്സ് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് ആരെങ്കിലും വന്നാൽ നമ്മളെ കയ്യിലൊന്നുമില്ലെങ്കിൽ മുട്ടയൊക്കെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. ബ്രെഡും അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് ഇതുപോലെ ആക്കിയാൽ മതി. ഇനി ഒരു ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പൊടിയായി അരിഞ്ഞത്, കറിവേപ്പില പൊടിയായി അരിഞ്ഞത്, അതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ എരിവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് 2 പച്ചമുളക്, നിങ്ങൾക്ക് കൂടുതൽ എരിവാണെങ്കിൽ അതിനനുസരിച്ചിട്ട്. പിന്നെ മല്ലിയില, കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. പിന്നെ കോൺഫ്ലവർ കോൺഫ്ലവർ നിർബന്ധമില്ല, പക്ഷെ നമുക്ക് കുറച്ച് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. അതിലേക്ക് കോൺഫ്ലവറും ഉപ്പും കൂടി ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കണം. നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നത് വരെയാണ് കുഴച്ചെടുക്കേണ്ടത്. നല്ല ഫ്ലേവറാണ്. നിങ്ങൾക്ക് ഈ കസ്തൂരി മേത്തി അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. ഇതുപോലെ എല്ലാം കുഴച്ച് വെക്കുക. കുഴച്ച് വെച്ചപാട് തന്നെ നമുക്ക് ചൂടാം. കുറേ ടൈം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ബ്രെഡ് പൊടിക്കുകയും കൂടി വേണം കേട്ടോ. ഇത് മുട്ട മുക്കിയിട്ടാവോ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. നമ്മൾ കട്ട്ലേറ്റ് ചെയ്യുന്ന പോലെ മുട്ടയൊന്നും മുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതുപോലെ ഒന്ന് ഉരുട്ടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. നമ്മൾ കൈ കൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ടാക്കാം. നമുക്ക് പരത്തിയിട്ട് കട്ട്ലേറ്റിൻ്റെ ടൈപ്പൊക്കെ ആക്കാം. പക്ഷെ ഞാനിങ്ങനെ ഒരു ഷേപ്പ് ആക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി, ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇതുപോലെ എല്ലാം ചെയ്ത് മാറ്റി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബ്രെഡ് മുക്കി വെക്കേണ്ടത്. ബ്രെഡും കൂടി മുക്കുമ്പോഴേക്കും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റുമാണ്. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാനും പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഞാൻ ബ്രെഡ് എങ്ങനെ പൊടിക്കുകയെന്ന് വെച്ചാൽ, ആദ്യം ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കും. അതിന് ശേഷം ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ റസ്ക് പൊടിയൊക്കെ പോലെ ആവും. അപ്പോൾ നല്ലൊരു ക്രിസ്പി കിട്ടും. അതിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ബ്രെഡ് മാത്രം പൊടിച്ചിതാക്കാതെ ഇതുപോലെ ആക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്, ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതുപോലെ എല്ലാം കൂടി മുക്കിയെടുക്കുക. മുക്കിയെടുത്തതിന് ശേഷമാണ് എണ്ണയിലിട്ട് പൊരിക്കേണ്ടത്. എണ്ണ ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞിട്ട് ഉൾഭാഗം വേവാത്ത പോലെ ഇരിക്കും. നല്ലൊരു ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ വേണ്ടി. പിന്നെ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പുറം ക്രിസ്പി ആയിട്ട് ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇതുണ്ടാവുക. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നമ്മൾ ഒരുപാട് കരിയാൻ പാടില്ല. നമ്മൾ കട്ട്ലേറ്റൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ മൂത്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതും കൂടി ഒന്ന് 2 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരുന്നതായിരിക്കും. അതുവരേക്കും ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക ഇൻഷാ അല്ലാഹ്.